നമസ്കാരം. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിന്റെ മറവിൽ വിവിധ സ്ഥലങ്ങളിൽ നിർത്തി യാത്രക്കാരെ കയറ്റി സർവീസ് നടത്തുന്ന ഇതര സംസ്ഥാന ബസ്സുകൾക്ക് തമിഴ്നാട്ടിൽ വിലക്ക് ഏർപ്പെടുത്തി. സ്റ്റേജ് കാരേജിലുള്ള പെർമിറ്റ് എടുക്കാത്തതിനാൽ സർക്കാരിന്റെ വൻതുക നികുതി നഷ്ടമുണ്ടാകുന്നുവെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി. കേരളത്തിൽ നിന്നുള്ളവയടക്കം 545 ബസ്സുകൾക്കെതിരെയാണ് നിലവിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ചട്ടങ്ങൾ ലംഘിച്ച് സർവീസ് നടത്തുന്ന ബസ്സുകൾ മൂലം സർക്കാരിന് പ്രതിവർഷം 34.56 കോടി രൂപയുടെ നഷ്ടമാണ് ഉള്ളതെന്ന് തമിഴ്നാട് ഗതാഗത വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു. സംസ്ഥാനത്തിന് പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അനധികൃത സ്റ്റേജ് കാരിയറുകളായി ഓടിക്കുന്നതുമായ ബസ്സുകൾ ഇനി മുതൽ നിരത്തിലിറക്കാൻ അനുവദിക്കില്ലെന്ന് തമിഴ്നാട് ഗതാഗത വകുപ്പ് അറിയിച്ചു. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങൾ ലംഘിച്ചോടുന്ന ബസ്സുകൾക്ക് സർക്കാർ നൽകിയ സമയപരിധി ചൊവ്വാഴ്ച അവസാനിച്ചതോടെയാണ് കടുത്ത നടപടികളുമായി ഗതാഗത വകുപ്പ് മുന്നോട്ട് പോകുന്നത്. കേരളം, നാഗാലാൻഡ്, സിക്കിം, കർണാടക, പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 545 ബസ്സുകളാണ് ഇത്തരത്തിൽ സർവീസ് നടത്തുന്നത്. രജിസ്ട്രേഷൻ മാറാതെ ഈ ബസ്സുകൾ നിരത്തിലിറക്കാനാകില്ല. ഈ ബസ്സുകളുടെ വിശദാംശങ്ങൾ www.tnsta.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചട്ടം ലംഘിച്ചോടുന്ന ബസ്സുകൾക്കെതിരെ വ്യാഴാഴ്ച മുതൽ നടപടി തുടങ്ങി. കേരളത്തിൽ നിന്നും തമിഴ്നാട് വഴി ബംഗളൂരുവിലേക്ക് പോയ ബസ്സുകൾ തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിടുകയും ചെയ്തു. പെർമിറ്റ് എടുക്കുന്നതിന് അനുവദിച്ച സമയപരിധി ചൊവ്വാഴ്ച അവസാനിച്ചിരുന്നു. ബുധനാഴ്ച മുതൽ സർക്കാർ പെർമിറ്റ് ഇല്ലാതെ വരുന്ന ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചിരുന്നു. നികുതി ചോർച്ച തടയാൻ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് നേടിയതിനു ശേഷം സംസ്ഥാനത്ത് സ്റ്റേജ് കാരിയറുകളായി സർവീസ് നടത്തുന്നത് തടയാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. 1000-ലധികം ഓമ്നി ബസ്സുകൾ തമിഴ്നാട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 647 ബസ്സുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഈ ബസ്സുകൾ തമിഴ്നാട് രജിസ്ട്രേഷൻ നമ്പറിലേക്ക് ജൂൺ 14-നകം മാറ്റണമെന്ന് റോഡ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സമയപരിധി നീട്ടാൻ ഗതാഗത മന്ത്രി എസ് ശിവശങ്കറിനെ കണ്ട ബസ് ഉടമകൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 2 ദിവസം കൂടി മാത്രമാണ് ഇളവ് നൽകിയത്. സമയപരിധി അവസാനിച്ചതോടെ കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയായിരുന്നു. ചൊവ്വാഴ്ച സമയപരിധി അവസാനിച്ചപ്പോൾ 105 ബസ്സുകൾ മാത്രമാണ് പെർമിറ്റ് നേടിയത്. ഇതോടെ ബാക്കിയുള്ള 545 ബസ്സുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു. വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിന്റെ മറവിൽ സംസ്ഥാനത്ത് സ്റ്റേജ് കാരേജായി സർവീസ് നടത്തുന്ന ഇതര സംസ്ഥാന ബസ്സുകൾക്കെതിരെ നടപടി ആരംഭിച്ചു. ഇത്തരത്തിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ പിടിച്ചെടുക്കാനാണ് തീരുമാനം. ഇതിനായി ട്രാൻസ്പോർട്ട് അധികൃതരുടെ നേതൃത്വത്തിൽ പരിശോധനകളും തുടങ്ങി. ഇതര സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 800ഓളം ബസ്സുകൾ സംസ്ഥാനത്ത് പ്രത്യേകം പെർമിറ്റ് എടുക്കാതെ ടൂറിസ്റ്റ് പെർമിറ്റുമായി സർവീസ് നടത്തുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സർക്കാരിന് പ്രതിവർഷം 32 കോടിയോളം രൂപയുടെ നികുതി നഷ്ടമുണ്ടാക്കുന്നുവെന്നും കണ്ടെത്തി. തുടർന്നാണ് സംസ്ഥാനത്ത് പ്രത്യേകം രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചത്. ഇതിനുള്ള സമയപരിധി അവസാനിച്ചതോടെയാണ് പരിശോധനകളും ആരംഭിച്ചത്. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുള്ള വാഹനങ്ങൾ സ്റ്റേജ് കാരേജായി സർവീസ് നടത്തുന്നത് അനുവദിക്കാനാകില്ലെന്ന് കേരളവും മുമ്പ് നിലപാടെടുത്തിരുന്നു. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുള്ള വാഹനങ്ങൾ സ്റ്റേജ് കാരേജായി സർവീസ് നടത്തുന്നത് KSRTC പോലുള്ള സർവീസുകളെ ബാധിക്കുമെന്ന് കേരള ഹൈക്കോടതി നിലപാടെടുത്തിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഖിലേന്ത്യാ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങൾ പ്രവേശന നികുതി ഈടാക്കുന്നതിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി നേടുകയും ചെയ്തിരുന്നു. ഇടക്കാല ഉത്തരവ് നിലനിൽക്കെ കേരളവും തമിഴ്നാടും പ്രവേശന നികുതി ഈടാക്കുന്നുവെന്നായിരുന്നു ഇവർ സുപ്രീം കോടതിയെ അറിയിച്ചത്. കേരളത്തിന്റെ മാതൃകയിൽ തമിഴ്നാടും ഓൾ ഇന്ത്യ പെർമിറ്റിന്റെ മറവിൽ ദീർഘദൂര പാതകളിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി ശക്തമാക്കുകയാണ്. KSRTCയിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ്നാട് കോർപ്പറേഷന് ദീർഘദൂര ബസ്സുകൾ കൂടുതലുണ്ട്. ഇതുകൊണ്ടാണ് തമിഴ്നാട് പരിശോധന കടുപ്പിക്കുന്നത്. കേരളവും നടപടികളിലേക്ക് കടന്നാൽ ബംഗളൂരുവിലേക്കുള്ള സ്വകാര്യ ബസ് യാത്രകളെല്ലാം പ്രതിസന്ധിയിലാകും.